ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 30-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. സഹായത്തിന് ഈജിപ്തിലേക്ക്. കർത്താവ് അരുളി ചെയ്യുന്നു, എന്റേതല്ലാത്ത പദ്ധതികൾ നടപ്പിലാക്കുകയും എനിക്ക് അഹിതമായ സഖ്യം ഉണ്ടാക്കുകയും ചെയ്ത് പാപം കുന്നുകൂട്ടി അനുസരണമില്ലാത്ത സന്തതികൾക്ക് ദുരിതം. അവർ എൻ്റെ ആലോചന ആരായാതെ ഈജിപ്തിലേക്ക് പോയി ഫറവോയെ അഭയം പ്രാപിക്കുകയും ഈജിപ്തിന്റെ തണലിൽ സങ്കേതം തേടുകയും ചെയ്തു. അതിനാൽ ഫറവോയുടെ സംരക്ഷണം നിങ്ങൾക്ക് ലജ്ജയും ഈജിപ്തിന്റെ തണലിലെ സങ്കേതം നിങ്ങൾക്ക് അപമാനവും ആകും. അവന്റെ ഉദ്യോഗസ്ഥന്മാർ സോവാനിലും നയതന്ത്ര പ്രതിനിധികൾ ഹാനെസിലും എത്തിയിട്ടും നിങ്ങൾ നിഷ്പ്രയോജനമായ ഈ ജനത നിമിത്തം അപമാനിതരായി. സഹായമോ നേട്ടമോ അല്ല അവർ മൂലം ലഭിച്ചത്, ലജ്ജയും അപമാനവും മാത്രം. നെഗബിലെ വന്യമൃഗങ്ങളെ കുറിച്ചുള്ള അരുളപ്പാട്. കഷ്ടതയും കഠിനവേദനയും നിറഞ്ഞ ദേശത്തിലൂടെ സിംഹവും അണലിയും പറക്കുന്ന സർപ്പവും ഇറങ്ങി വരുന്ന ദേശത്തിലൂടെ അവർ കഴുതപ്പുറത്ത് സമ്പത്തും ഒട്ടകപ്പുറത്ത് വിലയുറ്റ വിഭവങ്ങളും തങ്ങൾക്ക് ഉപകരിക്കാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. ഈജിപ്തിന്റെ സഹായം വ്യർത്ഥവും നിഷ്ഫലവും ആണ്. അതിനാൽ ഞാൻ നിങ്ങൾ അവളെ നിശ്ചലയായിരിക്കുന്ന റാഹാബ് എന്ന് വിളിച്ചു. അവിശ്വസ്ത ജനം. വരും നാളിൽ എന്നേക്കുമുള്ള സാക്ഷ്യത്തിനായി ഇത് അവരുടെ മുൻപിൽ ഒരു ഫലകത്തിൽ രേഖപ്പെടുത്തുകയും പുസ്തകത്തിൽ എഴുതുകയും ചെയ്യുക. എന്തെന്നാൽ അവർ കലഹിക്കുന്ന ജനവും വ്യാജം പറയുന്ന മക്കളും കർത്താവിന്റെ ഉപദേശം ശ്രവിക്കാത്ത സന്തതികളും ആണ്. ദർശിക്കരുത് എന്ന ദീർഘദർശികളോടും ശരിയായിട്ടുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്, മറിച്ച് കേൾക്കാൻ ഇൻപമുള്ളതും മിഥ്യയായിട്ടുള്ളതും മാത്രം പറയുക. നേർവഴി വിട്ടുപോവുക, മാർഗത്തിൽ നിന്ന് പിന്തിരിയുക. ഇസ്രായേലിന്റെ പരിശുദ്ധനെ കുറിച്ച് ഇനി ഒന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പ്രവാചകരോടും അവർ പറയുന്നു. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധൻ അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ വചനം തിരസ്കരിക്കുകയും മർദ്ദനത്തിലും വൈകൃതത്തിലും വിശ്വസിക്കുകയും അവയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ഈ അകൃത്യം നിങ്ങൾക്ക് തകർന്നു വീഴാറായി തള്ളി നിൽക്കുന്ന ഉയർന്ന മതിലിലെ വിള്ളൽ പോലെയായിരിക്കും. അത് നിർദ്ദയം അടിച്ചുടച്ച കുശവന്റെ കലം പോലെയായിരിക്കും. അടുപ്പിൽ നിന്ന് തീ കോരുന്നതിനോ കൽത്തൊട്ടിയിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിനോ ഉപകരിക്കുന്ന ഒരു കഷ്ണം പോലും അതിൽ അവശേഷിക്കുകയില്ല. അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവും ആയിരിക്കും നിങ്ങളുടെ ബലം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ശീഘ്രം സഞ്ചരിക്കും. അതിനാൽ നിങ്ങൾ വേഗം അകന്നു പോകും. ഞങ്ങൾ ശീഘ്രതയുടെ പടക്കുതിരയുടെ പുറത്തും സഞ്ചരിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അതിനാൽ നിങ്ങളെ പിന്തുടരുന്നവരും അതിവേഗമായിരിക്കും വരിക. ഒരുവനെ പേടിച്ച 1000 പേർ ഓടും. 5 പേർ ഭീഷണിപ്പെടുത്തിയാൽ നിങ്ങളെല്ലാവരും ഓടും. അതിനാൽ അവശേഷിക്കുന്നവർ മലമുകളിലെ കൊടിമരവും കുന്നിൻ മുകളിലെ ചൂണ്ടുപലകയും പോലെ ആയിരിക്കും. അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്. അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവൻ ഭാഗ്യവാന്മാർ. ജനത്തിന്റെ മാനസാന്തരം. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും. അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. കർത്താവ്
നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും. ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവ മലിന വസ്തുക്കളെ പോലെ എറിഞ്ഞു കളയും. അവിടുന്ന് നീ വിതയ്ക്കുന്ന വിത്തിന് മഴ നൽകും, ധാന്യം സമൃദ്ധമായി വിളയും. അന്ന് നിന്റെ കന്നുകാലികൾ വിശാലമായ മേച്ചിൽ പുറങ്ങളിൽ മേയും. നിലം ഉഴുകുന്ന കാളകളും കഴുതകളും കോരിക കൊണ്ടും പല്ലുകൊണ്ടും ഒരുക്കിയതും ഉപ്പ് ചേർത്തതുമായ വൈക്കോൽ തിന്നും. മഹാസംഹാരത്തിന്റെ ദിനത്തിൽ ഗോപുരങ്ങൾ വീണ് തകരുമ്പോൾ ഉന്നതമായ പർവ്വതങ്ങളിലും കുന്നുകളിലും വെള്ളം നിറഞ്ഞ അരുവികൾ ഉണ്ടാകും. കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചുകെട്ടുകയും തന്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭയെ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളുടെ പ്രകാശം ഒന്നിച്ചായിരുന്നാൽ എന്ന പോലെ 7 ഇരട്ടിയും ആകും. അസീറിയയ്ക്ക് ശിക്ഷ. അവിടുത്തെ കോപം കൊണ്ട് ജ്വലിച്ചും കനത്ത പുക വമിച്ചും കൊണ്ട് ഇതാ കർത്താവിന്റെ നാമം ദൂരെ നിന്ന് വരുന്നു. അവിടുത്തെ അധരങ്ങൾ രോഷാകുലമാണ്, അവിടുത്തെ നാവ് ദഹിപ്പിക്കുന്ന അഗ്നി പോലെയുമാണ്. കവിഞ്ഞൊഴുകുന്നതും കഴുത്തുവരെ എത്തുന്നതുമായ നദിക്ക് തുല്യമാണ് അവിടുത്തെ ശ്വാസം. അത് ജനതകളെ നാശത്തിന്റെ അരിപ്പയിൽ അരിക്കുന്നു. അവരുടെ താടിയെല്ലിൽ വഴി തെറ്റിക്കുന്ന കടിഞ്ഞാൺ ബന്ധിക്കുന്നു. ഉത്സവരാത്രിയിലെന്ന പോലെ നിങ്ങൾ ഗാനമാലപിക്കും. ഇസ്രായേലിന്റെ രക്ഷാശിലയായ കർത്താവിന്റെ പർവ്വതത്തിലേക്ക് കുഴൽനാദത്തിനൊത്ത് പോകുമ്പോഴെന്ന പോലെ നിങ്ങൾ ഹൃദയത്തിൽ ആനന്ദിക്കും. ഉഗ്രകോപത്തിലും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയിലും ഇടിമുഴക്കത്തിലും കന്മഴയിലും കർത്താവ് പ്രഹരിക്കാൻ കരം വീശുന്നത് നിങ്ങൾ കാണുകയും അവിടുത്തെ ഗംഭീര ശബ്ദം നിങ്ങൾ കേൾക്കുകയും ചെയ്യും. കർത്താവ് തന്റെ ദണ്ഡ് കൊണ്ട് പ്രഹരിക്കുമ്പോൾ അവിടുത്തെ സ്വരം കേട്ട് അസീറിയർ ഭയവിഹ്വലരായിത്തീരും. ശിക്ഷാദണ്ഡ് കൊണ്ട് കർത്താവ് അടിക്കുന്ന ഓരോ അടിയും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുയരും. കരം ചുഴറ്റി അവിടുന്ന് അവരോട് യുദ്ധം ചെയ്യും. ദഹിപ്പിക്കാനുള്ള സ്ഥലം പണ്ടേ ഒരുക്കിയിട്ടുണ്ട്. രാജാവിന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ ചിത ആഴമേറിയതും വിസ്താരമുള്ളതുമാണ്. അഗ്നിയും വിറകും ധാരാളം കരുതിയിട്ടുണ്ട്. കർത്താവിന്റെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിലെ ജ്വലിപ്പിക്കുന്നു.